ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പതിയോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽത്തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സഹോദരയിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പാപങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിതി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിതി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ, ഞങ്ങളുടെ ദൈവസ്നേഹം നമ്മുടെ വർദ്ധിക്കുന്നില്ലെങ്കിൽ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിതി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
കർത്താവങ്ങളുടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്ന് പറഞ്ഞവരെ സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്ന് പറഞ്ഞവരെ സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്ന് പറഞ്ഞവരെ സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്പെഷ്യാലിറ്റി എല്ലാം നമുക്കറിയാം. അതോടൊപ്പം എത്തിച്ചേർന്ന എല്ലാവരെയും ഇവിടെ ഉള്ള സീറ്റിൽ അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കാൻ ഏറെ താഴ്മയോടെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് നിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കാം. ഇന്ന് എന്താണ് സ്പെഷ്യൽ? അപ്പൊ നമ്മുടെ ടിൻഡുവിന്റെ മധുരവെപ്പ് ചടങ്ങാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. മധുരവെപ്പ് ചടങ്ങിന് ഒരു ഇരട്ടി മധുരം എന്ന വണ്ണം നമ്മുടെ മീത്തു, നമ്മുടെ ബ്രൈഡും അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അവർ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന ഒഫീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ വെള്ളച്ചാലച്ചൻ കുര്യാക്കോസ്, ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലച്ചൻ, അച്ഛനെ കുറിച്ച് അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ PDMAയുടെ പാലാരൂപതയുടെ പ്രവാസി അസോസിയേഷന്റെ ഹെഡ് ഇൻ ചാർജ് ആണ്. അച്ഛനായിരിക്കും ഈ ഒരു പ്രാർത്ഥന ചടങ്ങ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മീത്തു വന്നിട്ടുണ്ട്. അപ്പൊ ആള് വരുമ്പോ ടിൻഡു മീത്തു നിങ്ങൾ ചെയ്യാം. അധികം ചെയ്യാം. മീത്തു ആൻഡ് ഫാമിലി, നമ്മൾ ചെറിയൊരു കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. എങ്കിൽ തന്നെ നമുക്ക് വേണ്ടി ഇന്നിവിടെ പ്രാർത്ഥന ചടങ്ങ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അച്ഛൻ വെള്ളച്ചാലച്ചൻ എത്തിയിട്ടുണ്ട്. അച്ഛനെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇരുവരുടെയും കുടുംബാംഗങ്ങൾ എല്ലാവരെയും പേരൻസിനെയും ഈ ഒരു സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. ടിൻഡുവിന്റെ പേരൻസ് നമ്മുടെ കുര്യാച്ചനങ്ങൾ, അതുപോലെ ലിസി ആന്റി, ടിനു ചേച്ചി, മെജോ ചേട്ടൻ, ജോർഡൻ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് വേണ്ടി എത്തിച്ചേർന്ന മീത്തുവിന്റെ പേരൻസിനെയും സിബ്ലിങ്സിനെയും കൂടെ സ്വാഗതം ചെയ്യുന്നു. സുജ ആന്റി ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം. മിട്ടു, അതുപോലെ ആളുടെ ഹസ്ബൻഡ് പോൾ, ബിഞ്ചു, ഇവരെയും കൂടെ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് സംസാരിക്കാണ്ട് അച്ഛനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പാലാരൂപതയുടെ എല്ലാമാണ്. പ്രവാസി അസോസിയേഷന്റെ ഹെഡ് ഇൻ ചാർജ് ആണ്. അപ്പോൾ അച്ഛാ, വി ആർ സോ ഓണർ ടു ഹാവ് യു ഓൺ ബോർഡ്. നല്ലൊരു പ്രാർത്ഥന ചടങ്ങോട് കൂടി തന്നെ ഇന്നത്തെ ടിൻഡുവും മീത്തുവും ആരംഭിക്കാൻ പോകുന്ന ജീവിതത്തിലെ എല്ലാ ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേര് നേരുന്നു. അച്ഛാ, ഓൺ ടു യു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ടിൻറ്റുവിനും ഇതുവിനെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹ ബന്ധത്തിലേക്ക് ഉയർത്തതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നും ഉള്ള വായന. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവം നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ വസിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയാകുന്നു. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടുകൂടിയ നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. മുടി പിന്നുന്നതോ സ്വർണമണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നത് പോലെ ബാഹ്യമായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടുകൂടിയ ഹൃദയത്തിന്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവളുടെ മക്കളായി ഭവിക്കും. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവേ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുവാൻ പോകുന്ന ഈ മധുര ഭോജനത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതമെന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. ദാമ്പത്യ ജീവിതത്തിനായി മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ദാസരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നും അങ്ങേക്ക് പ്രിയതരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മധുരമാക്കുകയും സഹനങ്ങളെ സുഹൃതമാക്കുകയും മാറ്റുവാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതി. Thank you so much, dear Father, for initiating this ceremony. ഇനി നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാന ചടങ്ങിലേക്ക് കടക്കണം. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. Let's enjoy this beautiful day. നമ്മുടെ ടിൻറ്റുവിന്റെ പെങ്ങളും ഹസ്ബൻഡും ആണ്. അപ്പോ മേജർ ചേട്ടൻ വരുന്നുള്ളൂ. ടിൻഷേച്ചി റെഡി ആവുക. അപ്പൊ അതിനു മുന്നേ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, നമ്മുടെ ഓഡിയൻസ് എല്ലാവരും നല്ല ഹാപ്പി ആണോ? ഒന്നൊന്ന് ചിരിച്ചൊക്കെ ഒന്ന് ഇരിക്കുവോ എല്ലാവരും? ഭയങ്കര പ്രാർത്ഥനയുടെ സൈഡിനെ ഒന്ന് തോന്നുന്നു അല്ലേ അച്ഛാ? എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാ. അപ്പൊ നല്ലൊരു കൈയടി ഇരുവർക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച്. അപ്പൊ മേജർ ചേട്ടൻ റെഡി അല്ലേ? ചേട്ടനൊക്കെ അറിയാലോ. അപ്പൊ നമുക്ക് നോ പറയാൻ അറിയാലേ? 2 തവണ മധുരം കൊടുക്കണ്ടെന്ന് പറയണം. 3ാമത്തെ തവണ മാത്രമേ സമ്മതം മൂളാവൂ. അപ്പൊ അതിന് കുറച്ചുകൂടെ കടന്നു നിന്നോളൂ. ടിൻറ്റുവിനും മീതുവിനും മധുരം കൊടുക്കട്ടെ. ടിൻറ്റുവിനും മീതുവിനും മധുരം കൊടുക്കട്ടെ. വധുവിനും വരനും മധുരം കൊടുക്കട്ടെ. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? ഗ്ലാസ് ബൈ നിങ്ങൾ എടുത്തോണ്ട് 2 സൈഡിലായിട്ട് നമുക്ക് നിൽക്കാം. എന്നുവെച്ച് നമ്മുടെ ആൾക്കാരെല്ലാം ഒരു ചിയേഴ്സ് പറയും. അപ്പൊ നിങ്ങളോടൊന്ന് ചിയേഴ്സ് പറയണം കേട്ടോ. കൈയൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് പരസ്പരം വൈൻ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്.
അത് സെറ്റല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിയേഴ്സ് പറഞ്ഞാലോ? Come on, 1, 2, 3. Cheers. അതല്ലേ കൊടുത്തു. I was only fooling myself to think കൈകൾ ക്രോസ് ചെയ്യുന്നു. you wouldn't live without me. That roundabout me, you wanted to stay. ഇതൊക്കെ പേരൻസിന് ഇവർക്ക് മധുരം കൊടുക്കാം. സുജാറ്റി റെഡി ആണല്ലോ അല്ലെ? അപ്പൊ ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇവരെ കുറിച്ച് അറിയാലോ അല്ലെ? നമ്മുടെ മീതു ചേച്ചി ബേസിക്കലി കണ്ണൂര് ബേസ് ചെയ്തുള്ളൊരു ആളാണ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല ഇവരെ രണ്ടിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര ലക്ഷറിയുടെ ഒക്കെ പിന്നാലെ ഓടുമ്പോൾ രണ്ടുപേരും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു സിംപ്ലിസിറ്റി, ഈ ഒരു എളിമ എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് കാരണവന്മാർക്ക് പേരൻസ് ആദ്യം ഇവർക്ക് മധുരം കൊടുക്കുന്നു. അതിനുശേഷം ഇവരുടെ സഹോദരന്മാര് നമ്മുടെ മിട്ടു ചേച്ചി അതുപോലെ ഹസ്ബൻഡ് പോൾ ചേട്ടൻ ഇവരെല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്ന് ഇവർക്ക് മധുരം കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചടങ്ങിന് മാറ്റുകൂട്ടുവാൻ വേണ്ടി ഒരു ചെറിയൊരു സംഗീത വിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം കുടുംബത്തിൽ എല്ലാവരും തന്നെ നല്ല ഗായകരും കലാകാരന്മാരുമാണ്. അപ്പൊ നമ്മുടെ ബെജോ ചേട്ടന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ബെജോ ചേട്ടന്റെ അപ്പ നമ്മുടെ സ്വന്തം ചാച്ചൻ നമുക്ക് വേണ്ടി ആദ്യത്തെ ഒരു ഡിവോഷണൽ സോങ് പാടി എല്ലാവരും ഒന്ന് പവർ ആക്കും. അതിനെ കുറിച്ച് പറയേണ്ടിരിക്കാൻ മേല. കോയറിൽ പണ്ടത്തെ കാലത്ത് കൊയലിൽ ഒരു ലീഡ് ചെയ്ത ഒരു മെയിൽ സിംഗറാണ്. അപ്പൊ ചാച്ചനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി. क्या बताऊं मैं तुझे, तू है जो मिला मुझे, हो गई है रब दी आमदा, इतने नसीब से देखा है करीब से, नूर दिया हुआ बारिशां, हो सज के जो आए तू अखियों के सामने, नजरा लगे ना मेरिया, ओ मेरे माये जिन्ना सोना ना कोई होया ना कोई होना, जे मैं पित्तल ते ओ सोना बाखुदा, ओ मेरे माये जिन्ना सोना ना कोई होया ना कोई होना, जे मैं पित्तल ते ओ सोना बाखुदा। तेरा मिलना ही मेरी चांद रात होगी, इश्क वाले रास्तों पे अपनी बात होगी, अंबर में तारों की बारात होगी, ढूंढेगी ये दुनिया पर तू मेरे साथ होगी, बाकी सारे साल वे रहना तेरे नाल वे, ख्वाहिशां में जन्ना मेरिया।
വർക്കിംഗ് അറ്റ് അബുദാബി അല്ലെ, വർക്കിംഗ് ഇൻ അബുദാബി. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മീത്തുവിന്റെ ഫേസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആള് കുറച്ച് സംസാരിക്കും അല്ലേ, നന്നായിട്ട് എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ അല്ലേ. അപ്പോൾ നമ്മുടെ പാലാനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാലാനൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളി പെരുന്നാളിനെ കുറിച്ച് അറിയാം, ജൂബിലി പെരുന്നാൾ അറിയാം. അപ്പോൾ ടിൻഡുവിനെ കൊണ്ട് വീണ് പോയ ഒരു ഫാക്ടറിയോട് പറഞ്ഞോളൂ, അതുപോലെ പാലാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തോട് പറഞ്ഞോളൂ. നല്ല കയ്യിൽ കൊടുത്ത് സ്വാഗതം ചെയ്യാൻ. ദേ ഹാവ് ട്രാവൽഡ് ഓൾ ദ വേ ഫ്രം കണ്ണൂർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇനി പാല അച്ചായിത്തി ആവുന്ന ഒരിതുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ചോദിക്കണോ ചെക്കിൻ്റെ അടുത്ത്? അവിടെ ജോയിസിയായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തോ കേട്ടില്ല, ഒന്നുകൂടെ. എന്താണ് മീത്തുന് ഏത് നമ്മുടെ ചിൻഡുവിന്? ഓക്കെ, ആ മീത്തുവിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ അതല്ലേ പറയണ്ടേ? ആ ഓക്കെ. അവള് എന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു, അതാ എനിക്ക് ഇഷ്ടപ്പെട്ട. എന്തോ തെറ്റ് വെച്ചില്ലേ? സാരമില്ല അച്ഛ. എനിക്ക് ഒന്ന് അച്ഛ പോയിന്റ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പല പല കാര്യങ്ങളും പറയുന്നുണ്ട് എൻ്റെ അച്ഛ. നാളത്തേനുള്ളത് കണ്ടണ്ട നമുക്ക്. ഇനി ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ വീട്ടുകാരെ സ്വാഗതം ചെയ്യുക കേട്ടോ. സുജാൻഡി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും മധുരം ഷെയർ ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇവരെ ഇന്ന് നമ്മൾ വെറുതെ ഇരുത്താൻ പാടില്ല. മെജോ ചേട്ടാ ഇൻവൈറ്റ് ചെയ്തോളൂ. നമുക്ക് ആ ഒരു സമയം നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട. അതോടൊപ്പം ഫുഡ് കൗണ്ടർ ഓപ്പൺ ആണ്. See the color, color, color through their eyes. Joy of little, little, little things in life. I can't fight, fight, fight up in the sky. Joy of little, little, little things in life. Hey! Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I see the color, color, color through their eyes. Joy of little, little, little things in life. I can't fight, fight, fight up in the sky. Joy of little, little, little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I need another paradise. Cause 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 I need another paradise.
तो कैफियत पूछो, तुम्हारे बिन दीवाने का क्या हाल है। दिल मेरा देखो ना, मेरी हैसियत पूछो, तेरे बिन एक दिन जैसे 100 साल है। अंजाम है तय मेरा, होना तुम्हें है मेरा, जितनी भी हो दूरियां फिलहाल है। ये दूरियां फिलहाल है। ओ खैरियत पूछो, कभी तो कैफियत पूछो, तुम्हारे बिन दीवाने का क्या हाल है। दिल मेरा देखो ना, मेरी हैसियत पूछो, तेरे बिन एक दिन जैसे 100 साल है। तुम्हारी तस्वीर के सहारे मौसम कई गुजारे, मौसमी ना समझो पर इश्क को हमारे, नजरों के सामने मैं आता नहीं तुम्हारे, मगर रहते हो हर पल मंजर में तुम हमारे। अगर इश्क से है मिला फिर दर्द से क्या गिला, इस दर्द में जिंदगी खुशहाल है। ये दूरियां फिलहाल है। ओ खैरियत पूछो, कभी तो कैफियत पूछो, तुम्हारे बिन दीवाने का क्या हाल है। दिल मेरा देखो ना, मेरी हैसियत पूछो, तेरे बिन एक दिन जैसे 100 साल है। अंजाम है तय मेरा, होना तुम्हें है मेरा, जितनी भी हो दूरियां फिलहाल है। ये दूरियां फिलहाल है। നാളെ ഇന്നാണ്. അപ്പൊ ദേ നമ്മുടെ ജോ ചേട്ടൻ പറയുന്നതാണ് അല്ലെ ജസ്റ്റ് ചേച്ചി? ഇല്ല, പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല, നല്ലൊന്നും പറയില്ല, ഉള്ളതൊക്കെ അതുകൊണ്ട് നമ്മുടെ ക്യാമറയിൽ നോക്കി പറഞ്ഞു. ആള് ഭയങ്കര സിമ്പിളാണ്. എന്ത് ഹെൽപ്പിന് ഏത് പാതിരാത്രി വിളിച്ചാലും കുട്ടി വിളിച്ചാലും തുറക്കുന്ന വാതിലായിരുന്നു. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതല്ല അവനെ. താങ്ക് യു സോ മച്ച് യു ബോത്ത്. ഇവര് ജസ്റ്റ് മാരീഡ് ആയിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ അല്ലെ? പറയാതെ വന്നിൻ ജീവനിൽ നിറമേകി അറിയാതെ, മറുപാതിയായ എന്നുള്ളിൽ നീ പടരുന്നു മായാതെ. നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ, തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും മുന്നിലാവേ വാ. പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ. പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ, പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണ
നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ എന്നുയരുമല്ലേ നമ്മളിട പിരിയുക വയ്യാതൊന്നു ചേർന്നില്ലേ തമ്മിലറിയുന്നേ വാക്കുതിരയാതെ കണ്ണുകളും ഒരു ചെറു ചിരിയാൽ ഇന്നു മിണ്ടുന്നേ കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേവാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകേവാ പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിനവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ